തൃശ്ശിവപേരൂരിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ തെക്കുകിഴക്കുമാറി ആമ്പല്ലൂരിനും വിനോദസഞ്ചാര കേന്ദ്രമായ ചിമ്മിനി ഡാമിനും മധ്യേയായി ചരിത്രപ്രസിദ്ധമായ വരാക്കര ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് നാം ഇപ്പോൾ. महालक्ष्मी नमोस्तुते सिद्धि बुद्धि प्रदे देवी भुक्ति मुक्ति प्रदायिनी मंत्रमूर्ते सदा देवी महालक्ष्मी അഭിഷ്ടവരദായിനിയും സർവമംഗലദായിനിയുമായ വരാക്കര ശ്രീ ഭഗവതി സമസ്ത ലോകത്തിനും അനുഗ്രഹാശിസ്സുകൾ നൽകി വരാക്കരയിൽ കുടികൊള്ളുന്നു. ക്ഷേത്രോൽപത്തി ഐതിഹ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. ദേശാടനത്തിനിറങ്ങിയ ഭഗവതി ദേശദേശാന്തരങ്ങൾ താണ്ടി ഈ പ്രദേശത്ത് എത്തിയെന്നും കൃഷിസ്ഥലത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു വരിക്കപ്ലാവിന്റെ തണലിൽ വിശ്രമത്തിനായി ഇരിക്കുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട കൃഷിസ്ഥലത്ത് കുത്തി നിർത്തുകയും ചെയ്തത്രേ. കൃഷിസ്ഥലത്തേക്കുള്ള നടപ്പാതയിലൂടെ അന്നേരം സഞ്ചരിക്കുകയായിരുന്ന ആവിയൻ എന്നു പേരുള്ള ഒരാൾ വിശ്രമിക്കുകയായിരുന്ന അസാമാന്യ തേജസ്സുള്ള സ്ത്രീരത്നത്തെ ദർശിക്കുകയും അടുത്തുചെന്ന് ക്ഷേമം അന്വേഷിക്കുകയും ചെയ്തു. ദേവിയുടെ ആവശ്യപ്രകാരം ദാഹശമനത്തിനുള്ള സൗകര്യങ്ങൾ ആവിയൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. സംപ്രീതയായ ദേവി ആവിയനെ അനുഗ്രഹിക്കുകയും അഭിഷ്ടകാര്യലബ്ധിക്കുള്ള വരം നൽകുകയും ചെയ്തു. തന്റെ പാദസ്പർശമേറ്റ ഈ പ്രദേശത്ത് തന്റെ പ്രതിഷ്ഠ നടത്തുവാനും യഥാവിധി പൂജാതി കർമ്മങ്ങൾ നടത്തുവാനും ആവിയനോട് നിർദ്ദേശിച്ചു. സകല ദോഷങ്ങളും അകന്ന് സർവൈശ്വര്യം വിളയാടുമെന്നും നാൾക്കുനാൾ ശ്രേയസ് വർദ്ധിക്കുമെന്നും ആവിയന് അനുഗ്രഹം നൽകി ദേവി അന്തർധാനം ചെയ്തു. ദേവി ആവിയന് ദർശനം നൽകിയ സ്ഥലത്ത് ഒരു മുല്ലത്തറ പണിയുകയും അവിടെ ദേവിയെ പ്രതിഷ്ഠിച്ച് തന്നാലാവും വിധം പൂജാതി കർമ്മങ്ങൾ നടത്തിപ്പോരുകയും ചെയ്തു. കാലാന്തരേണ ഭഗവതി വരം നൽകിയ കര വരാക്കരയായി അറിയപ്പെടുകയും ചെയ്തു. ഭഗവതിയുടെ ഓലക്കുട കുത്തിനിർത്തിയ കൃഷിസ്ഥലം പിന്നീട് കൊടകരപ്പാടം എന്ന പേരിലും അറിയപ്പെട്ടു വരുന്നു. ആവിയൻ പ്രതിഷ്ഠിച്ച ദേവിയുടെ മുല്ലത്തറയിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തുകയും ദേവിയുടെ അനുഗ്രഹ വർഷങ്ങൾക്ക് പാത്രീഭൂതരാവുകയും ചെയ്തു. ഭക്തരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ആണ്ടറുതുകളിൽ ആവിയൻ തന്നാലാവും വിധം തോറ്റം പാട്ടും വേലക്കളിയും ആഘോഷിച്ചു പോരുകയും ചെയ്തു. ക്ഷിപ്രപ്രസാദിനിയും സകല സങ്കട നിവാരണിയുമായ വരാക്കര കാവിലമ്മയുടെ അനുഗ്രഹപുണ്യം ലഭിച്ചവർ ദേവിയുടെ പ്രതിഷ്ഠ മുല്ലത്തറയിൽ നിന്നും ചെറിയൊരു ക്ഷേത്രം പണികഴിപ്പിച്ച് അവിടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്തു.